എങ്ങനെയാണ് സെറ്റ് ഓഫ് ചെയ്യാന്ന് പഠിച്ചു. നമുക്ക് ഏതെങ്കിലും ഒരു ഹെഡിൽ ലോസ് വരികയാണെങ്കിൽ ആ നഷ്ടം നമ്മളെങ്ങനെ നികത്തുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് നികത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ലോസ് ഇപ്പോൾ ഈ വർഷം നമുക്ക് ഹൗസ് പ്രോപ്പർട്ടി നഷ്ടം വന്നു, അല്ലെങ്കിൽ ബിസിനസ്സിൽ നഷ്ടം വന്നു. ആ ലോസ് നമുക്ക് നികത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അടുത്ത വർഷത്തേക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യും. ഒന്ന് മ്യൂട്ട് ചെയ്യൂ കേട്ടോ എല്ലാവരും. ഓക്കെ, അപ്പോൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് നമുക്ക് എത്ര വർഷം വരെ ക്യാരി ഫോർവേഡ് ചെയ്യാം, അതാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത്. എത്ര വർഷം വരെ ക്യാരി ഫോർവേഡ് ചെയ്യാം. അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടിക്കാണ് നഷ്ടം വരുന്നതെങ്കിൽ നമുക്ക് 8 വർഷം വരെ ക്യാരി ഫോർവേഡ് ചെയ്യാം. ബിസിനസ് ഇൻകം ആണെങ്കിലോ അതും 8 വർഷം വരെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാരി ഫോർവേഡ് ചെയ്യാം. സ്പെക്കുലേഷൻ ലോസ് ആണെങ്കിലോ അത് 4 വർഷം വരെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ സ്പെസിഫൈഡ് ബിസിനസ്സിന് അങ്ങനെ സമയപരിധിയൊന്നുമില്ല, എത്ര വേണമെങ്കിലും നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ആയിക്കോട്ടെ, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആയിക്കോട്ടെ, ഇതൊക്കെ നമുക്ക് 8 വർഷം വരെ എന്ത് ചെയ്യാം? ക്യാരി ഫോർവേഡ് ചെയ്യാം. അതേപോലെ തന്നെ ഹോഴ്സ് റേസ് ആണെങ്കിലോ 4 വർഷം വരെ നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. പക്ഷേ ബിസിനസ് ഇല്ലേ, ബിസിനസ് ഇൻകത്തിനകത്ത് അല്ലെങ്കിൽ ബിസിനസ് ലോസിനകത്ത് കുറച്ച് അഡീഷണൽ ആയിട്ട് കുറച്ച് വിവരങ്ങൾ ചിലപ്പോൾ തരാം. അതായത് കറണ്ട് ഡിപ്രീസിയേഷൻ വരാം, ബിസിനസ് ഇൻകത്തിൽ എന്ത് വരാം? ഡിപ്രീസിയേഷൻ വരാം. അപ്പോൾ ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ ഉണ്ടാവാം, നമുക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റാത്ത ഡിപ്രീസിയേഷൻ ഉണ്ടാവാം, അതുപോലെ സയൻറ്റിഫിക് റിസർച്ച് ചെയ്യുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാവാം, കഴിഞ്ഞ വർഷത്തെ ക്യാരി ഫോർവേഡ് ചെയ്ത ലോസ് ഉണ്ടാവാം. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അത് സെറ്റ് ഓഫ് ചെയ്യാമെന്നറിയോ? അതിനൊരു ഓർഡർ ഉണ്ട് മക്കളെ. തോന്നിയ പോലെ സെറ്റ് ഓഫ് ചെയ്യരുത്. ബിസിനസ് ഇൻകം ചെയ്യുമ്പോഴാണ് കേട്ടോ. ഓർത്ത് വയ്ക്കുക, ബിസിനസ് ഇൻകം നിങ്ങൾ സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ വർഷത്തെ വല്ല തേയ്മാനം ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത് വേണം ആദ്യം കുറയ്ക്കാൻ. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ബിസിനസ് ഇൻകം എഴുതുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ബിസിനസ് ഇൻകം ഇല്ലേ, ബിസിനസ് ഇൻകം നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വെറുതെ നമുക്ക് ബിസിനസ് ഇൻകം തോന്നിയ പോലെ എഴുതാൻ പറ്റില്ല. ബിസിനസ് ഇൻകം നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് ഓഫ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ബിസിനസ് ഇൻകത്തിന് ഹെഡ് ചെയ്യുമ്പോൾ മാത്രം ഒരു കാര്യം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ ഡിപ്രീസിയേഷനൊക്കെ ഉണ്ടെങ്കിൽ, ഡിപ്രീസിയേഷൻ ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ ഉണ്ടാവാം, മുൻപത്തെ അബ്സോർവ് ചെയ്യാത്ത ഡിപ്രീസിയേഷൻ ഉണ്ടാവാം, കഴിഞ്ഞ വർഷത്തെ ബിസിനസ്സിൽ നിന്നുള്ള ലോസ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ഏതാ കുറയ്ക്കണ്ടേ? അതിന് ഒരു ഓർഡർ ഉണ്ടെന്ന്. തോന്നിയ പോലെ ചെയ്യാൻ പറ്റില്ല, അതിന് ഓർഡർ ഉണ്ട്. മോളെ ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്താ കുറയ്ക്കണ്ടേ? കറണ്ട് ഇയർലി ഡിപ്രീസിയേഷൻ. ആദ്യം എന്താ കുറയ്ക്കണ്ടേ? ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം കുറയ്ക്കണം. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച് ആൻഡ് ഫാമിലി പ്ലാൻ വേറെ സാധനം, അത് ക്വസ്റ്റിനിൽ തരും കേട്ടോ. അതുണ്ടെങ്കിൽ മാത്രം അത് കുറയ്ക്കുക. മൂന്നാമത് ക്യാരി ഫോർവേഡ് ബിസിനസ്, കഴിഞ്ഞ വർഷത്തെയോ അതിന് മുൻപത്തെ വർഷത്തെയോ ഒക്കെ വല്ല ലോസ് ഉണ്ടാവില്ല, ബിസിനസ്സിനുള്ള ലോസ്, അത് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? അത് കുറയ്ക്കണം. എന്നിട്ട് അൺഅബ്സോർവ്ഡ് ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത് പിന്നീട് കുറയ്ക്കണം. പിന്നെ അൺഅബ്സോർവ്ഡ് ക്യാപിറ്റൽ എക്സ്പെൻസ്. എന്താ അൺഅബ്സോർഡ് പറഞ്ഞാലേ, കഴിഞ്ഞ വർഷം നമുക്ക് ഒരു 10,000 രൂപ നമുക്ക് ബിസിനസ് ഇൻകം ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷത്തെ തേയ്മാനം 15,000 അപ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ കവർ ചെയ്യാനായിട്ടുള്ള ഇൻകം പോലും നമുക്ക് കിട്ടിയില്ല. കത്തിയോ? കഴിഞ്ഞ വർഷം നമുക്ക്, അല്ലെങ്കിൽ ഈ വർഷം നമുക്ക് 10,000 രൂപയാണ് ബിസിനസ് ഇൻകം. മനസ്സിലായോ മോനെ? 10,000 ആണ് നമ്മുടെ ബിസിനസ് ഇൻകം. പക്ഷെ തേയ്മാനം ഡിപ്രീസിയേഷൻ 15,000 മേളിലാണ്. അപ്പോൾ ഇൻകത്തിനേക്കാൾ മേളിൽ ഡിപ്രീസിയേഷൻ വന്നു. അപ്പോൾ നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബാക്കിയുള്ള പൈസയിൽ റിക്കവർ ചെയ്യാൻ പറ്റാത്തത്, അതിനെയാണ് അൺഅബ്സോർഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുക. കത്തിയോ? കവർ ചെയ്യാൻ പറ്റും. അത് ക്വസ്റ്റ്യൻ ഡയറക്റ്റ്ലി തരും കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ എല്ലാവരും ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ സ്ക്രീനിൽ? Sri Bhagan Das submit the following particulars. Income from house property 18,000, profit from business 80,000, short term capital gain 8,000, long term capital gain 50,000, long term capital loss 24,000. ഇതാണ് ഈ വർഷത്തെ. ഇനി കഴിഞ്ഞ വർഷത്തെ നിങ്ങളുടെ ബ്രോഡ് ഫോർവേഡ് ചെയ്തിട്ടുള്ള, ഇത് കഴിഞ്ഞ വർഷം നമുക്ക് നികത്താൻ പറ്റാത്ത പൈസ ഉണ്ടല്ലോ, അതുണ്ടാവുമല്ലോ. കഴിഞ്ഞ വർഷം നികത്താൻ പറ്റാത്ത പൈസ നമ്മൾ അത് ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ടാവില്ലേ? ഇല്ലേ? അതേതൊക്കെയാ? ബിസിനസ് ലോസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു 30,000 ഉണ്ട്. ഹൗസ് പ്രോപ്പർട്ടിയിൽ ഒരു നഷ്ടമുണ്ട്, ഒരു 8,000. കഴിഞ്ഞ വർഷത്തെ ക്യാപിറ്റൽ ലോസ് ഉണ്ട്, ഒരു 6,000. കഴിഞ്ഞ വർഷത്തെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ട്, ഒരു 6,000. കമ്പ്യൂട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നമുക്ക് ചെയ്യാം.
ആദ്യത്തെ ഹെഡ് ഏതാ? സാലറിയാണ്. ഇവിടെ സാലറി ഉണ്ടോ? സാലറി ഇല്ല. അപ്പം അടുത്ത ഹെഡ് ഏതാ പിന്നെ? ഹൗസ് പ്രോപ്പർട്ടി. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്ര ഈ വർഷത്തെ? 18,000. നമുക്ക് ഈ വർഷം വേറെ ലോസ് ഒന്നും ഇല്ലല്ലോ ഹൗസ് പ്രോപ്പർട്ടിയിൽ? ഈ വർഷം ഇല്ല, പക്ഷെ കഴിഞ്ഞ വർഷത്തെ ഒരു ലോസ് നമുക്ക് റിക്കവർ ചെയ്യാനില്ലേ, സെറ്റ് ഓഫ് ചെയ്യാനില്ലേ? എത്ര രൂപയാ? 8,000. അപ്പോൾ നമുക്ക് ഈ വർഷത്തെ 18,000 രൂപയിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായ നഷ്ടം നികത്താൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ ആ പൈസ കുറച്ചിട്ട് ബാക്കിയുള്ളൊരു ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ 18,000 നിന്ന് 8,000 നമ്മൾ കുറയ്ക്കുക. അപ്പോൾ 10,000 ആണ് നമ്മുടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. കത്തിയോ എല്ലാവർക്കും? ഇന്നർ കോളത്തിൽ സെറ്റ് ഓഫ് ചെയ്ത് ബാക്കി പൈസ ഔട്ടർ കോളത്തിൽ എഴുതിയാൽ മതി കേട്ടോ. അത് നിങ്ങൾ കഴിഞ്ഞ വർഷത്തു നിന്ന് വന്ന ലോസ് ആണെന്ന് അറിയാനാണ് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി B/F. B/F എന്ന് പറഞ്ഞാൽ ബ്രോട്ട് ഫോർവേഡ് കേട്ടോ. ബ്രോട്ട് ഫോർവേഡ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി കഴിഞ്ഞു. അടുത്ത ഹെഡ് ഏതാ മക്കളെ? ബിസിനസ് ഇൻകം അല്ലേ അടുത്ത ഹെഡ്? ഹൗസ് പ്രോപ്പർട്ടി കഴിഞ്ഞ അടുത്ത ഹെഡ് ഏതാ? ബിസിനസ് ഇൻകം. അപ്പോൾ പ്രോഫിറ്റ് ഫ്രം ബിസിനസ്. ഈ വർഷം നമുക്ക് ബിസിനസ്സിന് എത്ര ഇൻകം ഉണ്ട്? 80,000. ഈ വർഷത്തിൽ നമുക്ക് വേറെ വല്ല ലോസോ പ്രോഫിറ്റ് ഒന്നും ഇല്ലല്ലോ. 80,000 അല്ലേ ഉള്ളൂ. അപ്പോൾ ബിസിനസ് ഇൻകം നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യം ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ കുറയ്ക്കണം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം, പിന്നെയാണ് കഴിഞ്ഞ വർഷത്തു നിന്ന് വന്നിട്ടുള്ള ലോസ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കഴിഞ്ഞ വർഷത്തു നിന്ന് നമുക്ക് ബിസിനസ്സിൽ നിന്ന് വല്ല ലോസ് വന്നിട്ടുണ്ടോ നോക്കി. കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടല്ലോ. എത്രയാണ് ബിസിനസ് ലോസ്? 30,000. അപ്പോൾ നമ്മുടെ 80,000 നിന്ന് 30,000 നമുക്ക് സെറ്റ് ഓഫ് ചെയ്താൽ ബാക്കി 50,000 ഔട്ടർ കോളത്തിൽ ചെയ്ത് സെറ്റാണോ? യെസ്. ഈ വർഷത്തിൽ ലോസ് ഉണ്ടെങ്കിൽ അത് വേണം ആദ്യം കുറയ്ക്കാൻ, എന്നിട്ട് കഴിഞ്ഞ വർഷത്തെ കുറയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ബിസിനസ്സും കഴിഞ്ഞു. അടുത്ത ഹെഡ് ഏതാ? ബിസിനസ് ഇൻകം കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻ. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഗെയിനിൽ ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേം ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ നോക്കാം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ് ക്വസ്റ്റ്യനിൽ? 8,000. ഇനി കഴിഞ്ഞ വർഷത്തെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ടോ നോക്കി. 6,000. അപ്പോൾ നമുക്ക് 8,000 നിന്ന് 6,000 കുറച്ച് ബാക്കി 2,000 ഔട്ടർ കോളത്തിൽ എഴുതാം. സെറ്റാണോ? ഇനി ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട് ഈ വർഷം, ലോങ് ടേം ക്യാപിറ്റൽ ലോസും ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? പിന്നെ കഴിഞ്ഞ വർഷത്തെ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞേ? സെറ്റ് ഓഫ് ചെയ്യണം. വെരി ഗുഡ്, മിടുക്കി. അപ്പോൾ ആദ്യം ഈ വർഷത്തെ നോക്കണം. അപ്പോൾ ഈ വർഷത്തെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ്? 50,000. അതിൽ നിന്ന് ഈ വർഷത്തെ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് 24,000. 50,000 നിന്ന് 24,000 ആദ്യം കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 26,000 കിട്ടും. എന്നിട്ട് കഴിഞ്ഞ വർഷത്തെ എന്ത് കുറയ്ക്കുക? ലോങ് ടേം ക്യാപിറ്റൽ ലോസ് 6,000 കുറയ്ക്കുക. അപ്പോൾ 26,000 നിന്ന് 6,000 കുറച്ചാൽ എത്രയാ? 20,000. സെറ്റല്ലേ? എല്ലാവരും കൂടി കൂട്ടുന്നതാണ് അയാളുടെ GTI, ഗ്രോസ് ടോട്ടൽ ഇൻകം. ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്ത് എല്ലാവരും. ക്ലിയർ അല്ലേ? അടുത്ത തിയറി എപ്പോഴും ചോദിക്കുന്ന ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഡീംഡ് ഇൻകം അഥവാ അഗ്രഗേഷൻ ഓഫ് ഇൻകം? എന്താണ് ഡീംഡ് ഇൻകം? അതൊരു 4 പോയിന്റ് പഠിച്ചു വയ്ക്കുക. തിയറി ചോദിക്കാറുണ്ട്. ഡീംഡ് ഇൻകം എന്ന് പറയുന്നത് എന്താ? ഡീംഡ് എന്ന് പറയുന്ന അർത്ഥം എന്താ? ഡീംഡ് എന്ന് പറഞ്ഞ അർത്ഥം അറിയാമോ? ഡീംഡ് എന്ന് പറഞ്ഞാൽ ചില ഇൻകംസ് നമ്മൾ ഇൻകമായിട്ട് തന്നെ കണക്കാക്കണം, അയാളുടെ ഇൻകമായിട്ട് തന്നെ കണക്കാക്കണം. അപ്പോൾ നമ്മൾ കണക്കാക്കേണ്ട ഇൻകത്തിനെയാണ് ഡീംഡ് ഇൻകം അഥവാ അഗ്രഗേഷൻ ഓഫ് ഇൻകം. ചിലപ്പോൾ എക്സാമിന് വാട്ട് ഈസ് അഗ്രഗേഷൻ ഓഫ് ഇൻകം എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ ഡീംഡ് ഇൻകം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് ടോട്ടലി ഒരു 6 ഉണ്ട്, അതിൽ 5 പഠിച്ചാൽ മതി. ഓക്കെ, പറഞ്ഞോട്ടെ. ഡീംഡ് ഇൻകത്തിൽ ഒന്നാമത്തെ ഡീംഡ് ഇൻകമാണ് ക്യാഷ് ക്രെഡിറ്റ്. എന്താണ്? ശ്രദ്ധിച്ചിരുന്നോ? If any sum is found credited in the books of an assessee for the previous year and assessee offers no explanation about its nature and source, or the explanation given is not satisfactory, the sum so credited may be charged to income tax as the income of the assessee for such previous year. വല്ലതും കത്തിയാ? ഇല്ല, ഒന്നും മനസ്സിലായില്ലോ. അത് ഡിസ്റ്റർബൻസ് വരുന്ന അതൊന്നും മ്യൂട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കുക. ഒരു അസസ്സിയുടെ
പ്രീവിയസ് ഇയറിൽ അയാളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇല്ലേ, അക്കൗണ്ട് ബുക്ക് ഇല്ലേ, ആ ബുക്സിൽ ഒരു കുറച്ച് പൈസ വന്ന് ക്രെഡിറ്റ് ആയി കിടപ്പുണ്ട്. കത്തിയാ, കുറച്ച് പൈസ അസസിയുടെ അക്കൗണ്ടിൽ എന്തായിട്ടുണ്ട്, ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നമ്മളപ്പോൾ അയാളോട് ചോദിച്ചു എന്താണ് എങ്ങനെ വന്ന പൈസയാണ് എന്ന് ചോദിച്ചപ്പോൾ അയാൾക്ക് നോ എക്സ്പ്ലനേഷൻ. എന്തില്ല, അയാൾക്ക് ഒരു മറുപടി ഇല്ല. അല്ലെങ്കിൽ അയാൾ പറഞ്ഞ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അയാളുടെ സോഴ്സ്, അയാൾ പറഞ്ഞ എക്സ്പ്ലനേഷൻ നമുക്ക് കറക്റ്റായി തോന്നിയില്ല, നോട്ട് സാറ്റിസ്ഫാക്ടറി, നമുക്കത് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയില്ല. അപ്പോൾ അങ്ങനെ കിടക്കുന്ന ആ പൈസ അയാളുടെ ഇൻകമായിട്ട് കണക്കാക്കുകയും അതിനെ നമ്മൾ ടാക്സ് അടപ്പിക്കുകയും ചെയ്യും. മനസ്സിലായോ? ക്ലിയറായോ? അതിന്റെ സോഴ്സ് പറയാന് അയാളുടെ അടുത്ത് ഇല്ലാത്തോണ്ട് അയാളുടെ സോഴ്സ് പറഞ്ഞപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് തോന്നിയില്ല, എന്തോ ഒരു ഇതുപോലെ തോന്നി നമുക്ക്. അപ്പം അങ്ങനെ നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയി, അതിൻ്റെ സോഴ്സും അതിൻ്റെ എക്സ്പ്ലനേഷനും സാറ്റിസ്ഫാക്ടറി ആയില്ല, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് അതിന് എക്സ്പ്ലനേഷൻ തന്നില്ല എങ്കിൽ ആ ഇൻകം അയാളുടെ ഇൻകമായിട്ട് നമ്മൾ കണക്കാക്കുക, അയാളുടെ ഒരു വരുമാനമായിട്ട് കണക്കാക്കിയിട്ട് അയാളെ നമ്മൾ ഇൻകത്തിൽ ഉൾപ്പെടുത്തിയിട്ട് ടാക്സ് അടപ്പിക്കും. മനസ്സിലായോ? അതാണ് ക്യാഷ് ക്രെഡിറ്റ്. 2, unexplained investment or unrecorded investment. If the assessee has made investment which are not recorded in the books for which no satisfactory explanation could be offered, the value of such investment may be deemed income. അതായത് ഒരു അസസി കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുക പറയുന്നത് നിക്ഷേപിച്ചു എവിടെയെങ്കിലും, ഇപ്പോൾ ഷെയറിലോ അല്ലെങ്കിൽ ലാൻഡ് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ഷെയറിലൊക്കെ നിക്ഷേപിച്ചു. പക്ഷേ അയാൾ എന്ത് ചെയ്തിട്ടില്ല, കൃത്യമായിട്ട് ബുക്കിൽ എഴുതി വെച്ചില്ല, റെക്കോർഡ് ചെയ്തില്ല. ബുക്കിൽ അയാൾ എന്ത് ചെയ്തില്ല, റെക്കോർഡ് ചെയ്തില്ല. മനസ്സിലായോ? അപ്പോൾ അയാളോട് ചോദിച്ചു, അതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് റെക്കോർഡ് ചെയ്യാതിരുന്നത്, അത് എവിടെ നിന്ന് വന്ന പൈസയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ അയാൾക്ക് എന്തില്ല, കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇല്ല. അപ്പോൾ ആ പൈസ നമ്മൾ എന്തായിട്ട് കണക്കാക്കും, ആ ഇൻവെസ്റ്റ്മെൻറ്റ് അയാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അയാൾക്ക് എവിടെയെങ്കിലും പൈസ കിട്ടട്ടെ, ആ പൈസ വെച്ചാൽ ഇൻവെസ്റ്റ് ചെയ്തേക്കണം അയാൾ അല്ലേ. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എന്തായിട്ട് കണക്കാക്കും, അവരുടെ ഇൻകമായിട്ട് കണക്കാക്കും, ഡീംഡ് ഇൻകമായിട്ട് കണക്കാക്കും. മനസ്സിലായോ? ക്ലിയറായോ? 3, നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യൂ കേട്ടോ. 3, unrecorded and unexplained money. If the assessee is the owner of any unrecorded money, bullion, jewelry or valuable articles without giving satisfactory explanation. അതായത് ഒരു അസസിയുടെ റെക്കോർഡ് ചെയ്യാത്ത, രേഖപ്പെടുത്താത്ത പണമോ അല്ലെങ്കിൽ രേഖപ്പെടുത്താത്ത ജൂവലറി, സ്വർണ്ണമൊക്കെ ഉണ്ടാവുമല്ലോ, എവിടെയും നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ല, നമ്മുടെ കയ്യിൽ പ്രൂഫൊന്നുമില്ല, മേടിച്ച ബില്ലോ കാര്യങ്ങളൊന്നുമില്ല, അതുപോലെ വളരെ മൂല്യം കൂടിയ ആർട്ടിക്കിൾസൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ നമുക്കത് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി ഇല്ലെങ്കിൽ അത് നമ്മുടെ ഇൻകമായിട്ട് കണക്കാക്കുകയും അതിനെ ടാക്സ് അടപ്പിക്കുകയും ചെയ്യും. ക്ലിയറായോ? 3ാമത്തെ പോയിന്റ്. 4, amount of investment not fully disclosed in the books of account. The assessee has made any investment which is not properly, നേരത്തെ പറഞ്ഞ സാധനം തന്നെ, the value of such investment is deemed to be the income. നേരത്തെ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞില്ലേ, അതേപോലെ തന്നെയാണ് എമൗണ്ട്. നമ്മൾ എവിടെയെങ്കിലും പൈസ ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷേ ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്തില്ല, ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നൊന്നും നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തില്ല. അപ്പോൾ ആ പൈസ നമ്മുടെ ഇൻകമായിട്ട് തന്നെ കണക്കാക്കും. ക്ലിയറായോ? 5, unexplained expenditure. If the assessee has made any expenditure and is unable to give proper explanation regarding its source, such expenditure will be treated as the income of the assessee. ഞാൻ ഒരു 50 ലക്ഷം രൂപയുടെ വീട് മേടിച്ചു. മനസ്സിലായോ മക്കളെ? അപ്പം എനിക്ക് ചിലവായില്ലേ? എത്ര രൂപ ചിലവായി? 50 ലക്ഷം. അപ്പം എന്നോട് ചോദിക്കുകയാണ്, എൻ്റെ കയ്യിൽ പൈസ എവിടെ നിന്ന് കിട്ടി 50 ലക്ഷം? നിങ്ങൾക്ക് ഈ പൈസ ചിലവാക്കാൻ എവിടെ നിന്ന് കിട്ടിയ പൈസ എന്ന് കൃത്യമായിട്ട് എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഇല്ല. അപ്പോൾ ആ പൈസയിൽ 50 ലക്ഷം കൊടുത്ത് മേടിച്ച വീടില്ലേ ഞാൻ അതവിടെ കിടക്കട്ടെ, ഞാൻ ചിലവാക്കിയ 50 ലക്ഷം എൻ്റെ ഇൻകമായിട്ട് കണക്കാക്കും. എനിക്ക് വരുമാനം ഇല്ലാണ്ട് ഞാൻ ആ പൈസ കൊടുത്ത് വീട് മേടിക്കില്ലല്ലോ. മനസ്സിലായോ? അപ്പോൾ ആ പൈസ എൻ്റെ ഇൻകമായിട്ട് കണക്കാക്കിയിട്ട് എന്നെ കൊണ്ട് ടാക്സ് അടപ്പിക്കും. മനസ്സിലായോ? സത്യോ? ഏതാ? അല്ല, സേവിങ്സ് ആണെങ്കിൽ ഈ പൈസ സോഴ്സ് വേണ്ടേ നമുക്ക്, ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മുടെ ഉണ്ടെങ്കിൽ എനിക്ക് സാലറി കിട്ടിയതാണ്, അല്ലെങ്കിൽ എനിക്ക് സാധനം വിറ്റപ്പോൾ കിട്ടിയ പൈസയാ, അങ്ങനെ കൃത്യമായിട്ടുള്ള സോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കണ്ട. മനസ്സിലായോ? ക്ലിയർ ആയോ? 5 പോയിന്റ് ക്ലിയർ ആയോ മക്കളെ?
ക്ലിയർ ആയി. യെസ്, അപ്പോൾ 5 പോയിന്റ് പഠിച്ചു വെക്കുക. അടുത്ത് ക്ലബിംഗ് ഓഫ് ഇൻകം. അടുത്ത ടോപ്പിക്കാണ് മക്കളെ ക്ലബിംഗ് ഓഫ് ഇൻകം. ക്ലബ് ചെയ്യുക എന്ന് പറഞ്ഞ അർത്ഥം കൂട്ടിച്ചേർക്കുക. എന്താ ക്ലബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക. അതായത് മറ്റൊരാളുടെ ഇൻകം അസസിയുടെ ഇൻകത്തിനോട് വേറൊരാളുടെ ഇൻകത്തിനോട് കൂട്ടുന്നതിനെയാണ് ക്ലബ് ചെയ്യുക എന്ന് പറയുക കേട്ടോ. അപ്പോൾ ക്ലബിംഗ് ഓഫ് ഇൻകം തിയറി ചോദിക്കുകയാണെങ്കിൽ കുറച്ചധികം ഐറ്റംസ് എഴുതാനുണ്ട്. അതിൽ ഒന്നാമത്താണ് ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. ശ്രദ്ധിച്ചോ കേട്ടോ. ഇഫ് എ പേഴ്സൺ ട്രാൻസ്ഫേഴ്സ് ടു അനദർ പേഴ്സൺ the income from an asset without transferring the ownership of the asset, the income from such asset shall be deemed to be the income of the transferer. അതായത് മക്കളെ, എൻ്റെ പേരിൽ എനിക്കൊരു അസറ്റ് ഉണ്ട്. എൻ്റെ പേരിൽ എന്തുണ്ട്? ഞാൻ ആ അസറ്റ് എന്ത് ചെയ്തെന്ന് അറിയോ? ആ അസറ്റ് ഞാൻ വേറൊരാൾക്ക് കൊടുത്തു ഉപയോഗിക്കാനായിട്ട്. മനസ്സിലായോ? അയാൾ ആ അസറ്റിൽ നിന്ന് കുറച്ച് ഇൻകം ഉണ്ടാക്കി. അതായത് ചിലപ്പോൾ ഞാനൊരു ലാൻഡ് ആണെങ്കിൽ അയാൾ ആ ലാൻഡ് കൃഷി ചെയ്ത് കുറേ പൈസ ഉണ്ടാക്കി. അങ്ങനെ ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ പേരിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, എനിക്കത് കൃഷി ചെയ്യാൻ പറ്റാത്തത് ഞാനൊരു ഫ്രണ്ടിന് കൊടുത്തു. പുള്ളിക്കാരൻ എന്ത് ചെയ്തു? അതിൽ നിന്ന് കുറച്ച് ഇൻകം ഉണ്ടാക്കി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ആ ഇൻകം ആരുടെ ഇൻകമായിട്ട് കണക്കാക്കും? അല്ല, എൻ്റെ ഇൻകമായിട്ട് കണക്കാക്കും. ട്രാൻസ്ഫറുടെ ഇൻകമായിട്ട് കണക്കാക്കും. എന്നിട്ട് ഞാൻ ടാക്സ് അടയ്ക്കണം. ക്ലിയർ ആയോ? അതായത് ഏതെങ്കിലും ഒരു അസറ്റ് ഓണർഷിപ്പ് കൈമാറത്, ഉടമസ്ഥാവകാശം കൈമാറത് ഉപയോഗിക്കാൻ കൊടുത്താൽ അയാൾ അതിൽ നിന്ന് എന്ത് ഇൻകം ഉണ്ടാക്കിയാലും അത് ആരുടെ ഇൻകമായിട്ട് കണക്കാക്കുക? ട്രാൻസ്ഫറുടെ ഇൻകമായിട്ട് കണക്കാക്കുക. ട്രാൻസ്ഫറർ എന്ന് പറഞ്ഞാൽ ആരാ? ട്രാൻസ്ഫർ ചെയ്യുന്ന ആള്. മറ്റേ ആൾ ട്രാൻസ്ഫർ ചെയ്യാണ്. മനസ്സിലായോ? കൊടുത്തിട്ടില്ലേ? വിത്തൗട്ട് ട്രാൻസ്ഫറിങ് ദ ഓണർഷിപ്പ് ആടാ. വെയിൽമെന്റ് ആണ്. പക്ഷെ നമുക്ക് രേഖകളൊന്നുമില്ല മോളെ, കൊടുത്തതായിട്ടോ അതായത് ഡോക്യുമെന്റ്സോ അങ്ങനെയൊന്നുമില്ല. വെറുതെ കൊടുത്തുന്നേ ഉള്ളൂ ഉപയോഗിക്കാൻ. മനസ്സിലായോ? അപ്പൊ ഇപ്പോഴും ആ സ്ഥലം എൻ്റെ പ്രോപ്പർട്ടിയാണ്, എൻ്റെ ഓണർഷിപ്പിലാണ് കിടക്കണേ. അവിടെ ലീസിങ്ങോ അഗ്രിമെന്റോ ഒന്നുമില്ല, വെറുതെ ഉപയോഗിക്കാൻ കൊടുത്തതാണ് ഫ്രണ്ടിന്. മനസ്സിലായോ? ഓക്കെ. അടുത്ത റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. Revocable transfer means transfer with the power to take back the asset. Income arising to any person as a result of revocable transfer of the asset shall be treated. സെയിം തന്നെയാണ്, പക്ഷേ ഇവിടെ എനിക്കൊരു പവർ ഉണ്ട്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും ആ അസറ്റ് തിരിച്ചെടുക്കാം. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും അസറ്റ് തിരിച്ചെടുക്കാം എന്നൊരു പവറോട് കൂടിയിട്ട് ഒരാൾക്ക് ഞാൻ എന്ത് ചെയ്തു? ഒരു അസറ്റ് കൊടുത്തു. അയാൾ അതിന് എന്ത് ഇൻകം ഉണ്ടാക്കിയാലും അത് ആരുടെ ഇൻകം? ട്രാൻസ്ഫറുടെ ഇൻകം തന്നെ. സെയിം ട്രീറ്റ്മെൻറ്റ് തന്നെ. എത്തിയോ? 3 ഇൻകം ഓഫ് സ്പൗസ്. ആരെ സ്പൗസ് എന്ന് പറഞ്ഞാൽ? ഹസ്ബൻഡ് ഓർ വൈഫ്. ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, രണ്ടും സ്പൗസ് തന്നെയാണ് കേട്ടോ. ഓക്കെ. ഇൻകം ഓഫ് ദ സ്പൗസ് ബൈ വേ ഓഫ് സാലറി, കമ്മീഷൻ, ഫീസ് ഓർ എനി അതർ ഫോം ഓഫ് റെമ്യൂണറേഷൻ ഫ്രം എ കൺസേൺ ഇൻ വിച്ച് സച്ച് ഇൻഡിവിജ്വൽ ഹാസ് എ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. അതായത് ഈ സ്പൗസിന് കിട്ടുന്ന സാലറി, കമ്മീഷൻ, ഫീസ് ഇതൊക്കെ ഉണ്ടല്ലോ, അത് ഭർത്താവിനാകാം അല്ലെങ്കിൽ ഭാര്യയ്ക്കാവാം. മനസ്സിലാവില്ലേ? അത് എപ്പോഴും അത് ആരുടെ ഇൻകം തന്നെയാണ്? അവർക്ക് കിട്ടുന്ന ആളുടെ ഇൻകം തന്നെയാണ്. അത് മാത്രമല്ല, ഇഫ് ആൻ അസറ്റ്, ഹൗസ് പ്രോപ്പർട്ടി പെടില്ല കേട്ടോ. ഹൗസ് പ്രോപ്പർട്ടി ഒഴിച്ച് വേറെ ഏതൊരു അസറ്റും എന്ത് ചെയ്തു? ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി അയാളുടെ സ്പൗസിന് എന്ത് ചെയ്തു? കൊടുത്തു ഉപയോഗിക്കാൻ. മനസ്സിലായി? സ്പൗസ് പറഞ്ഞാൽ ഇപ്പോൾ ഭർത്താവിൻ്റെ പേരിലുള്ള സ്ഥലം ഭാര്യയ്ക്ക് കൊടുക്കുകയോ ഭാര്യയുടെ പേരിലുള്ള ലാൻഡ് എന്ത് ചെയ്തു? ഭർത്താവിന് കൊടുക്കുകയോ ചെയ്തിട്ട് ആ ലാൻഡിൽ നിന്ന് എന്ത് ഇൻകം ഉണ്ടാക്കിയാലും അത് ആരുടെ ഇൻകം? ആരുടെ ഇൻകം? ഉപയോഗിച്ച ആളുടെ ആണോ? ഓണറുടെ, ട്രാൻസ്ഫറുടെ. ശരിയല്ലേ? ഇപ്പം എൻ്റെ പേരിൽ എനിക്ക് കുറച്ച് 10 സെൻറ്റ് സ്ഥലമുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഉപയോഗിക്കാൻ കൊടുത്തു. ഭാര്യ എന്ത് ചെയ്തു? അതിൽ നിന്ന് എന്തെങ്കിലും കൃഷി ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഇൻകം ഉണ്ടാക്കിയാൽ ആ ഇൻകത്തിന് ഭാര്യയാണോ ടാക്സ് അടയ്ക്കേണ്ടത്? ഞാനാണ് ടാക്സ് അടയ്ക്കേണ്ടത്. കത്തിയ സംഭവം? ട്രാൻസ്ഫറുടെ ഇൻകം. ക്ലിയർ ആയോ? 4ാമത്തെ പോയിന്റ്, ഇൻകം ഓഫ് ഡോട്ടർ ഇൻ ലോ. ഡോട്ടർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ ആരാ? മരുമകൾ. അപ്പം ഇത് വല്ല അമ്മായിയമ്മയോ അല്ലെങ്കിൽ അമ്മായിയപ്പനോ മരുമകൾ വന്നപ്പോൾ മരുമകൾക്ക് എന്ത് ചെയ്തു? അമ്മായിയമ്മയുടെ പേരിലുള്ളതോ അമ്മായിയപ്പൻ്റെ പേരിലുള്ളതോ ആയിട്ടുള്ള അസറ്റ് കൊടുത്തു. അത് വിത്തൗട്ട് ട്രാൻസ്ഫറിങ്, ഇതാണ് കേട്ടോ, ഓണർഷിപ്പാണ്. കൊടുത്തിട്ട് മരുമകൾ അതിൽ നിന്ന് എന്ത് ഇൻകം ഉണ്ടാക്കിയാലും അത് ആരുടെ ഇൻകമാണ്? മദർ, അതായത് ആ അമ്മായിയമ്മയുടെ അല്ലെങ്കിൽ അമ്മായിയപ്പൻ്റെ. കത്തിയിലെ ട്രാൻസ്ഫറുടെ. ക്ലിയർ ആയോ? 4ാമത്തെ പോയിന്റ്.
4 പോയിന്റ് കിട്ടിയില്ലേ? അഞ്ചാമത്തെ ഇത് പഠിക്കാം. ഇൻകം ഫ്രം ബിസിനസ്. നോക്കിക്കോ. ഇഫ് an individual transfers an asset to the spouse or son's wife and such asset are invested by the transferee in any business, the proportionate income from such business will be treated as the income of the transferer. അതായത് രണ്ടിനെ മിക്സ് ആണ്. അതായത് ഒരാൾ എന്ത് ചെയ്തു, അയാളുടെ സ്പൗസിനോ അല്ലെങ്കിൽ മരുമകൾക്കോ എന്ത് ചെയ്തു ഒരു അസറ്റ് കൊടുത്തു. എന്ത് ചെയ്തു? ആർക്കാ? സ്പൗസിനോ അല്ലെങ്കിൽ ഡോട്ടർ ഇൻ ലോയ്ക്കോ ഒരു അസറ്റ് കൊടുത്തു. അവരെന്ത് ചെയ്തു? അസറ്റ് വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തു, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. ആ അസറ്റ് എന്ത് ചെയ്തു? ബിസിനസ്സിന് വേണ്ടി ഉപയോഗിച്ചു. ഓക്കെ അല്ലേ? അപ്പോൾ അവർക്ക് ആ ബിസിനസ്സിന് കിട്ടുന്ന ഇൻകം ഇല്ലേ, അതിൻ്റെ ഒരു അനുപാതം, ഒരു പ്രൊപ്പോർഷനേറ്റ് എമൗണ്ടിന് ആരുടെ ഇൻകം? ട്രാൻസ്ഫറുടെ ഇൻകം. ക്ലിയർ ആയോ? അതായത് ഒരാളുടെ പേരിലുള്ള അസറ്റ് അയാളുടെ സ്പൗസിനോ അല്ലെങ്കിൽ ഡോട്ടർ ഇൻ ലോയ്ക്കോ കൊടുത്തു. അവർ ആ അസറ്റ് എന്ത് ചെയ്തു? ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. എവിടെ ഇൻവെസ്റ്റ് ചെയ്തു? ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിൻ്റെ ഒരു ഭാഗം എമൗണ്ട് ആരുടെ ഇൻകം? ട്രാൻസ്ഫറുടെ ഇൻകം. അത്രയേ ഉള്ളൂ. കത്തിയില്ലേ? അടുത്ത് ലാസ്റ്റ് പോയിന്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻകം ഓഫ് എ മൈനർ ചൈൽഡ്. മൈനർ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ആരാന്നറിയാലോ? ആരാ? 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ അല്ലേ? അപ്പോൾ ഇതിനകത്ത് മൈനർ ചൈൽഡ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഫിസിക്കലി ഓർ മെൻ്റലി ഹാൻഡിക്യാപ്ഡ് മൈനർ ചൈൽഡ് പെടില്ല കേട്ടോ. ഇത് ഫിസിക്കലിയോ മെൻ്റലിയോ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടോ 18 വയസ്സ് താഴെ, ആ കുട്ടികൾ ഇതിനകത്ത് പെടില്ല. അല്ലാതെ ഒരാളുടെ വരുമാനം, അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ പറയില്ലേ, ബാങ്കിൽ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 10 വയസ്സായ ഒരു മകനുണ്ട് എനിക്ക്, മനസ്സിലായോ? ആ മകൻ്റെ അക്കൗണ്ടിൽ ഞാൻ ഒരു 5 ലക്ഷമോ 10 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് ആ മകൻ എന്ത് കിട്ടും? അതിന് ഇൻട്രസ്റ്റ് കിട്ടില്ലേ? ആ ഇൻകത്തിന് മകന് ടാക്സ് അടയ്ക്കാൻ പറ്റുമോ? മകൻ 18 വയസ്സായിട്ടില്ലല്ലോ. അപ്പോൾ ആര് ടാക്സ് അടയ്ക്കണം? പാരന്റ് ടാക്സ് അടയ്ക്കണം. ആരാ? അച്ഛനാണോ അമ്മയാണോ ടാക്സ് അടയ്ക്കണ്ടേ? ആര് പറഞ്ഞ അച്ഛനാണ്? പാരന്റ്സ് പറ അച്ഛനാണോ വീട്? അച്ഛൻ മാത്രമാണോ പാരന്റ്? അച്ഛനും അമ്മയും പേരല്ലേ? അപ്പോൾ രണ്ടുപേരും ടാക്സ് അടയ്ക്കണ? രണ്ടുപേർക്കും ജോലി ഉണ്ടോ? അപ്പോഴോ രണ്ടുപേർക്ക് ഇപ്പോൾ ടാക്സ് അടയ്ക്കലായപ്പോഴാണ് രണ്ടുപേരും ടാക്സ് അടയ്ക്കണ്ടേ? രണ്ടുപേരും നല്ല വരുമാനമുള്ള സാലറിയുള്ള ജോലിയാണെങ്കിൽ രണ്ടുപേരും ടാക്സ് അടയ്ക്കണ്ടേ? ഓ വെരി ഗുഡ്. അതന്നെ, ഹൂസ് ഇൻകം ഈസ് ഗ്രേറ്റർ. ആരുടെ വരുമാനമാണോ കൂടുതൽ അവരുടെ കൂടെയാണ് മക്കളുടെ ഇൻകം ക്ലബ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ക്ലിയർ ആയോ? അങ്ങനെ ക്ലബ് ചെയ്യുന്നുണ്ടെങ്കിൽ സെക്ഷൻ 10 സബ്സെക്ഷൻ 32 പ്രകാരം അയാൾക്ക് ഒരു 1500 റിഡക്ഷൻ കിട്ടും. 2 കുട്ടികളുടെയും 3000 കിട്ടും. കത്തിയോ? അപ്പൊ മക്കളുടെ ഇൻകം ആരുടെ കൂടെ ക്ലബ് ചെയ്യുക? അവരുടെ കൂടെ ക്ലബ് ചെയ്യും. പക്ഷെ ക്ലബ് ചെയ്താൽ എന്ത് കിട്ടും? കൂട്ടിയിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യാം? ഒരു 1500 രൂപ കുറയ്ക്കാം, ഡിഡക്ഷൻ കിട്ടും. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇത് അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പൈസക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് അല്ലേ? ഞാൻ ചോദിക്കട്ടെ, അയാൾ സ്റ്റാർ സിംഗറിൽ പോയിട്ട് ഫ്ലാറ്റ് കിട്ടുകയോ ഒരു 50 ലക്ഷം അടിക്കുകയോ ചെയ്താലോ ടാക്സ് അയാളുടെ പേരിൽ അടയ്ക്കണ്ടേ? അതായത് അയാളുടെ പേഴ്സണൽ സ്കില്ല് കണ്ടോ, പേഴ്സണൽ സ്കില്ലിൽ നിന്ന് കിട്ടുന്ന ഇൻകം ആണെങ്കിൽ അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അത് ക്ലബ് ചെയ്യാൻ പറ്റൂല പാരന്റ് കൂടെ. കത്തിയാ? അതാ പറഞ്ഞേ. അപ്പൊ അവരെന്ത് ചെയ്യണം? അവരുടെ പേരിൽ ആ ഒരു സോഴ്സ് ഉണ്ടല്ലോ, ആ ഒരു രേഖയുണ്ടല്ലോ, അയാൾ ആ ഒരു അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണ്. അപ്പോൾ അവരുടെ ഒരു ഇൻകം ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇഫ് ദ ഇൻകം ഈസ് നോട്ട് ടേൺ ഔട്ട് ഓഫ് ഈ സ്കില്ലാണെങ്കിൽ മാത്രമേ നമുക്ക് പാരൻ്റെ കൂടെ ക്ലബ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. സ്കില്ലിൽ നിന്ന് കിട്ടാത്ത ഇൻകം ആണെങ്കിൽ മാത്രമേ നമുക്ക് പാരൻ്റെ കൂടെ ക്ലബ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആയോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ. അടുത്ത പോയിന്റ് ബിനാമി ട്രാൻസാക്ഷൻ. അതും കൂടി ക്ലബിങ്ങിലുള്ള പോയിന്റാണ്. അത് ഞാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. when a person enters into transaction the name of another person to avoid tax, it will be treated as ബിനാമി ട്രാൻസാക്ഷൻ and the income of that transaction is treated as income of the real person. അതായത് ബിനാമിയില്ലേ, നമ്മുടെ ആരാണ് എക്സാമ്പിൾ? അലക്സേ,
ഓർമ്മയുണ്ടോ? ആന്റണി പെരുമ്പാവൂർ. ഓർമ്മയില്ല, ആരാന്നറിയില്ല. ഓക്കെ ഓക്കെ. ബിനാമി ട്രാൻസാക്ഷൻ പറഞ്ഞാലേ വേറൊരാളുടെ പേരിൽ ഇടപാടുകളൊക്കെ ചെയ്യും. അവർക്ക് ടാക്സ്, ഇപ്പോൾ മോഹൻലാലിൽ നമുക്കറിയാം ഒരുപാട് ആസ്തികളുണ്ട്, ഇഷ്ടംപോലെ കോടിക്കണക്കിന് ആസ്തികളുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഇനി അയാൾക്ക് ഇൻകം വന്നാൽ അയാൾ കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ടി വരില്ലേ? സർചാർജ്, ഒരുപാട് ടാക്സ് അടയ്ക്കണം, ശരിയല്ലേ? അപ്പോൾ അയാൾ എന്ത് ചെയ്യും? ആ ഇൻകം വേറൊരാളുടെ പേരിലായിരിക്കും പിന്നെ ഇടപാടുകളൊക്കെ നടത്തുക. മനസ്സിലായോ? ടാക്സ് വെട്ടിക്കാനായിട്ട്. ക്ലിയർ ആയില്ലേ? പക്ഷെ അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അത് കണ്ടുപിടിക്കപ്പെട്ടാൽ അത് ആരുടെ ഇൻകം തന്നെയാണ്? റിയൽ പേഴ്സൺ ഇൻകം ആയിട്ട് കണക്കാക്കുന്നത്. അതാണ് ബിനാമി ട്രാൻസാക്ഷൻ. കണ്ടോ? വെൻ എ പേഴ്സൺ എൻറ്റേഴ്സ് ഇൻ ടു എ ട്രാൻസാക്ഷൻ ഇൻ ദ നെയിം ഓഫ് അനദർ പേഴ്സൺ ടു അവോയ്ഡ് ടാക്സ്. ടാക്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്തു? വേറൊരു വ്യക്തിയുടെ പേരിൽ ഇടപാടുകൾ നടത്തിയാൽ അത് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് ആരുടെ ഇൻകാണ്? റിയൽ പേഴ്സൺ ഇൻകം ആയിട്ട് കണക്കാക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ ഇത്രയും പോയിന്റുകൾ, 6 പോയിന്റുകൾ നിങ്ങൾ ക്ലബിംഗ് തിയറി ചോദിക്കുകയാണെങ്കിൽ എഴുതണം കേട്ടോ. നമുക്കൊരു പ്രോബ്ലം കൂടി കഴിഞ്ഞ ചാപ്റ്റർ. ദ ഇൻകം ഓഫ് ഫാമിലി ഈസ് ആസ് അണ്ടർ. ഒരു ഫാമിലിയിൽ ഇൻകാണ് തന്നേക്കണേ. മിസ്റ്റർ വിജയൻ എന്ന് പറയുന്ന ആൾക്ക് ബിസിനസ്സിൽ നിന്ന് കിട്ടിയ ഇൻകാണ് 3 ലക്ഷം. മിസ്സിസ് വിജയൻ ഫ്രം എംപ്ലോയ്മെന്റ്. മിസ്സിസ് വിജയൻ എന്ന് പറഞ്ഞാൽ ആരാ? വിജയൻ്റെ ഭാര്യ. അപ്പോൾ വിജയൻ്റെ ഭാര്യയ്ക്ക് എത്രയുണ്ട് വരുമാനം? 2 ലക്ഷം. മൈനർ സൺ ഓഫ് വിജയൻ, വിജയൻ്റെ മൈനർ സണ്ണിന് കിട്ടിയ വരുമാനം 10,000. മൈനർ ഡോട്ടർ ഓഫ് വിജയൻ 6,000. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ മൈനർ സണ്ണിൻ്റെയും മൈനർ ഡോട്ടറുടെയും ഇൻകം ആരുടെ കൂടെയാണ് ക്ലബ് ചെയ്യുക? മിസ്റ്റർ വിജയനാണോ മിസ്സിസ് വിജയനാണോ? കാരണം എന്തുകൊണ്ടാണ്? അയാളുടെ വരുമാനമാണ് കൂടുതൽ അല്ലേ മിസ്സിസിനേക്കാളും. അപ്പം 3 ലക്ഷത്തിൻ്റെ കൂടെ എന്ത് കൂട്ടണം? 10,000, 6,000 കൂട്ടുക. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൽ നിന്ന് ഡിഡക്ഷൻ കിട്ടൂലേ ക്ലബ് ചെയ്താ? എത്ര കിട്ടും? 1,500 കിട്ടില്ല, 3,000 ടോട്ടൽ കിട്ടും. 2 മക്കളില്ലേ? അപ്പം മിസ്റ്റർ വിജയന് ഇൻകം ചോദിച്ചേക്കണം. കണ്ട ക്വസ്റ്റ്യൻ കണ്ടോ? അപ്പം മിസ്റ്റർ വിജയന് ഇൻകം 3 lakh എന്ന് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? 10,000 കൂട്ടുക. 1,500 കുറച്ചിട്ട് 8,500 കൂട്ടിയാലും മതി. അതുപോലെ മൈനർ ഡോട്ടർ 6,000 1,500 കുറച്ചിട്ട് 4,500 കൂട്ടുക. അപ്പോൾ ടോട്ടൽ 3,13,000. ക്ലിയർ ആയോ? അതിനേക്കാൾ 3 ലക്ഷത്തിനൂടെ 16,000, 10,000, 6,000 കൂട്ടി 16,000 കൂട്ടിയിട്ട് അതിൽ നിന്ന് 3,000 കുറച്ചാലും 3,13,000 കിട്ടും. ക്ലിയർ ആയോ? അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്റർ ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? സെറ്റ് ഓഫ്, ക്യാരി ഫോർവേഡ്, ഡീംഡ് ഇൻകം, ക്ലബിംഗ് ഓഫ് ഇൻകം. അടുത്ത നമ്മൾ ഡിഡക്ഷൻ ആണ് കേട്ടോ. എല്ലാവരും ക്ലിയർ അല്ലേ? അപ്പോൾ ഇന്ന് ഇത്ര എടുക്കുന്നുള്ളൂ. ഓക്കെ, എന്നാൽ ബൈ, ഗുഡ് നൈറ്റ്.